ആരോ ഒരാൾ ഭാഗം 42. ഇതുവരെ കേട്ട കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാനാകാതെ മെർലിനും റോഷനും തരിച്ചിരുന്നു. അവിശ്വസനീയമായ ആ സത്യം അവരുടെ കൈകളെ കൂടുതൽ ശക്തിയോടെ കോർത്തു പിടിപ്പിച്ചു. ഈ ഒന്നുചേരലിന് സച്ചുവിന്റെ ജീവന്റെ വിലയാണ് നൽകേണ്ടി വന്നതെന്ന തിരിച്ചറിവിൽ റോഷൻ വല്ലാതെ തകർന്നുപോയി. അവന്റെ കണ്ണുകൾ നിയന്ത്രണമില്ലാതെ പെയ്തിറങ്ങി. എനിക്ക് പിന്നെയും കുറേയേറെ സംശയങ്ങളുണ്ട് ഡാഡി. അങ്ങനെയെങ്കിൽ എല്ലാം അറിയാമായിരുന്നിട്ടും ഡാഡി എന്തിനാണ് ജാസ്മിനുമായി റോഷന്റെ വിവാഹം നടത്താൻ നിശ്ചയിച്ചത്? മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ട് കൂടി ജാസ്മിനെ ചേർത്ത് പിടിച്ചിരുന്നല്ലോ, മെർലിൻ ചോദിച്ചു. അവളുടെ ശബ്ദത്തിൽ എന്തെന്നില്ലാത്ത വേദന കലർന്നിരുന്നു. മോളെ, ജാസ്മിനിൽ എന്തോ ഒരു കള്ളത്തരം ഡാഡിക്ക് ഫീൽ ചെയ്തിരുന്നു. അവളെ മാറ്റി നിർത്തിയാൽ അതൊരിക്കലും കണ്ടുപിടിക്കാനാകില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ആ സമയത്ത് ഞാൻ വിവാഹത്തെ എതിർത്താൽ അവൾക്ക് സംശയം തോന്നും. അതവൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കും. അവളുടെ കൂടെ നിൽക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവൾ അറിയാതെ ഞാനും മുരുകനും ജാസ്മിന് പുറകെയായിരുന്നു. അവളെ പറ്റിയുള്ള ഏകദേശ വിവരങ്ങളൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ പൂർണ്ണമായും അവളെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. അത് മനസ്സിലാക്കി തന്നത് ഫെർണാണ്ടസ് ആണ്, വർഗീസ് വിശദീകരിച്ചു. പക്ഷേ സായ, അവൾ എന്തിനാണ് എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത്? ഞാൻ കാരണമല്ലേ അവളുടെ ജീവിതം ഈ വഴിക്കായത്? അവളുടെ പ്രണയവും ജീവിതവും ഇല്ലാതെയാക്കിയത് എൻ്റെ പ്രണയമല്ലേ? അപ്പോൾ അവൾക്ക് എന്നോട് ദേഷ്യമല്ലേ തോന്നേണ്ടത്? മെർലിൻ ആലോചനയോടെ ചോദിച്ചു. മോളെ, നീ മനസ്സിലാക്കിയ സായല്ല യാഥാർത്ഥ്യം. അവൾക്ക് നമ്മൾ ആരോടും ഒരിക്കലും ദേഷ്യപ്പെടാൻ സാധിക്കില്ല. അവൾക്ക് നമ്മളോടുള്ളത് നിറഞ്ഞ കടപ്പാട് മാത്രമാണ്. മറുപടി പറഞ്ഞത് ഫെർണാണ്ടസ് ആയിരുന്നു. കടപ്പാടോ? എന്തിന്? പറയാം. മുൻപൊരിക്കൽ തോമസിന്റെ ജീവിതം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നമ്മുടെ ആശുപത്രിയിലെ ഡോക്ടറായിരുന്ന തോമസ് എങ്ങനെയാണ് നമ്മുടെ ശത്രുവായി തീർന്നതെന്ന കാര്യം. അവിടെ നമ്മൾ പൂർത്തിയാക്കാതെ പോയ ഒരു കഥയുണ്ട്. ആ കഥ കൂടി അറിഞ്ഞാൽ മാത്രമാണ് സായ ആരായിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകൂ. മെർലിന്റെ ചോദ്യത്തിന് വർഗീസ് ഉത്തരം പറഞ്ഞു. അന്ന് അവയവ കച്ചവടത്തിനായി തോമസ് ഇല്ലാതാക്കിയ ഒരു കുഞ്ഞിനെ പറ്റി പറഞ്ഞത് ഓർമ്മയില്ലേ? ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് കേസ് കൊടുത്തപ്പോഴും തോമസ് വളരെ വിദഗ്ധമായി അതിൽ നിന്നും ഊരാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. പക്ഷേ അന്ന് അയാളുടെ പദ്ധതി പരാജയപ്പെടാൻ കാരണം ആ കുടുംബം നമ്മളോടൊപ്പം നിന്നതുകൊണ്ട് മാത്രമാണ്. കോടതി അയാളെ ശിക്ഷിച്ച് ജീവപര്യന്തം തടവിനും വിധിച്ചു. വർഷങ്ങൾക്ക് ശേഷം പരോളിലിറങ്ങിയ തോമസ് ആദ്യം തേടി ചെന്നത് ആ കുടുംബത്തെയായിരുന്നു. ഏക മകന്റെ മരണശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൽ ഒരു കുഞ്ഞുകൂടി പിറന്നിരുന്നു, ഒരു പെൺകുട്ടി. കൊലവിളിയുമായി പാഞ്ഞെത്തിയ തോമസ് ഓരോരുത്തരെയെ ഇല്ലാതാക്കുമ്പോൾ സ്വന്തം മകളെയെങ്കിലും രക്ഷിക്കണമെന്ന് ആ അമ്മ തീരുമാനിച്ചു. നല്ല ഉറക്കത്തിലായിരുന്ന തൻ്റെ മകളെ ഒരു തുണിയിൽ പൊതിഞ്ഞ് ആ വീടിന് പുറകുവശത്തെ ചായ്പിൽ തോമസ് കാണാതെ അവർ ഒളിച്ചു വെച്ചു. ആ കുടുംബത്തിൽ ഇങ്ങനെയൊരു കുട്ടി ബാക്കിയുണ്ടെന്നറിയാതെ തോമസ് സന്തോഷത്തോടെ പ്രതികാരം തീർത്ത് തിരിച്ചു പോകുകയും ചെയ്തു. പിറ്റേന്ന് അവരുടെ മരണവാർത്ത അറിഞ്ഞാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. ആ കുടുംബത്തിന്റെ മുഴുവൻ മരണത്തിനും ഉത്തരവാദി ഞങ്ങൾ കൂടിയാണെന്ന് ഓർത്തപ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത കുറ്റബോധത്താൽ ഞങ്ങൾ നേറി. അപ്പോഴാണ് തൊട്ടടുത്ത് താമസിക്കുന്ന മുരുകൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. വർഗീസ് ഒരു നിമിഷം നിർത്തി. അയാളുടെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് സഞ്ചരിച്ചു. അയ്യാ, ഇവിടെ ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു, ചിന്ന കൊളന്ത. സുമാർ ഒരു വയസ്സുണ്ടാകും. അതിന് ശബ്ദമില്ല. എപ്പോഴും അവർ എന്തിനെയോ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ആരും അറിയാതെയാണ് അവർ വളർത്തിയത്. മരിച്ചവരുടെ കൂട്ടത്തിൽ അവളില്ല. മുൻപൊരിക്കൽ അവരുടെ മകന്റെ ശവസംസ്കാരത്തിന് വന്നപ്പോൾ കണ്ട ഓർമ്മയിൽ മുരുകൻ പറഞ്ഞു. അത് ഞങ്ങൾക്കും പുതിയ അറിവായിരുന്നു. പോലീസ് ആ ബോഡികൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി കൊണ്ടുപോയപ്പോൾ ആളുകൾ ഓരോരുത്തരായി പിരിഞ്ഞു പോകാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ഊഴമായിരുന്നു. ഞങ്ങൾ ആ വീട് മുഴുവൻ വിശദമായി പരിശോധിച്ചു. ഒടുവിൽ ചായ്പിൽ നിന്നും ആ കുഞ്ഞിനെ കണ്ടെത്തിയത് സൂസനായിരുന്നു. അപ്പോൾ അത് ശബ്ദമില്ലാതെ കരയുന്നുണ്ടായിരുന്നു. ആ കുടുംബത്തിൽ ഇതുപോലൊരു ജീവൻ ബാക്കിയുണ്ടെന്ന് തോമസ് അറിയാതെ പോയി. അതുകൊണ്ട് മാത്രം അവൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. പിന്നെ ആരും അറിയാതെ ഞാനും സൂസനും ചേർന്നാണ് അവളെ ഈ നഗരത്തിലെത്തിച്ചത്. മുരുകനെ അവൾക്ക് തുണയായി നിയോഗിക്കുകയും ചെയ്തു. വളരും തോറും അവളെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചു. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളോടൊപ്പം അവളുടെ പ്രതികാരവും വളർന്നു. സച്ചുവിന് എല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് ആരും അറിയാതെ അവൻ അവളുമായി നല്ലൊരു ബന്ധം പുലർത്തിയിരുന്നു. ആ ബന്ധം വളർന്ന് പിരിയാനാകാത്ത വിധം അവരടുത്തു. എല്ലാം അറിയാമായിരുന്ന ഞങ്ങൾക്കും ആ ബന്ധത്തിൽ ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല.
പിന്നീട് സച്ചുവിനെ നഷ്ടപ്പെട്ടതിനു ശേഷം അവൾ പൂർണ്ണമായും ഞങ്ങളിൽ നിന്നും അകന്നു. വർഗീസ് പറയുന്ന കഥകളെല്ലാം ഒരു പ്രേതകഥ കേൾക്കുന്നത് പോലെയാണ് റോഷനും മെർലിനും കേട്ടുനിന്നത്. എൻ്റെ ഈശോയെ, ഈ പാപക്കറകളൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും? ഏത് ഗംഗാജലത്തിനാണ് എന്നെ ശുദ്ധീകരിക്കാൻ സാധിക്കുക? അവരുടെ പ്രണയത്തിൻ്റെ ശവകുടീരത്തിലാണ് ഞാൻ എൻ്റെ പ്രണയത്തിൻ്റെ താജ്മഹൽ കെട്ടിപ്പൊക്കാൻ നോക്കിയത്. റോഷൻ ഒരു ഭ്രാന്തനെ പോലെ പുലമ്പി. മെർലിൻ നിറഞ്ഞ സ്നേഹത്തോടെ അവൻ്റെ കൈകളെ തലോടി ആശ്വസിപ്പിച്ചു. ജാസ്മിൻ്റെ പുറകെയുള്ള എൻ്റെ യാത്ര, അതാണ് എല്ലാം തകർത്തെറിഞ്ഞത്. അവളുടെ ഇല്ലായ്മകളും വല്ലായ്മകളും കേട്ടപ്പോൾ ആദ്യം സഹതാപമാണ് തോന്നിയത്. പിന്നെ അതിഷ്ടമായി മാറി. അന്ന് ആ ഇഷ്ടത്തിൻ്റെ പുറകെ പോയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് സച്ചിവേട്ടൻ എനിക്കൊപ്പം ഉണ്ടായേനെ. അതോർത്തപ്പോൾ റോഷൻ പൊട്ടിക്കരഞ്ഞു. ഇനി നമ്മളാണ് കളിക്കാൻ പോകുന്നത്. വിജയം മാത്രം ലക്ഷ്യം വെക്കുന്ന നമ്മുടെ അവസാന കളികൾ. കണ്ണുകൾ അമർത്തി തുടച്ച് മെർലിൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. റോഷ, എനിക്ക് സായയെ കാണണം. ഞാൻ നിന്റെ സ്കൂട്ടർ എടുക്കുന്നുണ്ട്. മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ പുറത്തേക്ക് പാഞ്ഞു. മാക്സിമം കൈകൊടുത്ത് പറപ്പിച്ചിട്ടും വണ്ടിക്ക് സ്പീഡ് പോരെന്ന് മെർലിന് തോന്നി. സച്ചുവേട്ടനോടുള്ള സ്നേഹത്താൽ തൻ്റെ ഹൃദയം ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുമോ എന്ന് പോലും അവൾ സംശയിച്ചു. സായിയും സച്ചുവും, അവരുടെ പ്രണയത്തിന് അവരിട്ട വില തങ്ങളുടെ ജീവിതമാണെന്ന് ഓർത്തപ്പോൾ മെർലിന് വല്ലാത്ത സങ്കടം വന്നു. കാറ്റിൽ അവളുടെ കണ്ണുനീർത്തുള്ളികൾ മഴത്തുള്ളികൾ പോലെ എവിടേക്കോ ചിതറി വീണു. ഇടയ്ക്ക് ട്രാഫിക് ബ്ലോക്കിൽ വണ്ടി നിർത്തിയപ്പോൾ മിററിലൂടെ പുറകെയുള്ള വാഹനത്തെ അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു വെളുത്ത ഓമ്നി വാനിൽ നിന്നും തന്നെ നോക്കുന്ന 2 കണ്ണുകൾ. രക്തത്തെ തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ അവൾ പരിസരം മറന്നു. ബ്ലോക്ക് നീങ്ങിയതറിയാതെ അവൾ ആ കണ്ണുകളിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിച്ചു. ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു പിതാവിന് മകളോടുള്ള വാത്സല്യമല്ല, ശത്രുവിനോടുള്ള രൗദ്രഭാവമാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം അവളുടെ കൈകൾ ആക്സിലേറ്ററിൽ മുറുകി. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. വല്ലാത്ത ശക്തിയോടെ ആ വാഹനം അവളുടെ സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഇടിയുടെ ശക്തിയിൽ അവൾ വായുവിൽ ഉയർന്നു പൊങ്ങി. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു നിമിഷം അവൾക്ക് തിരിച്ചറിയാനായില്ല. താൻ ഉയർന്നു താഴുന്നത് മരണത്തിലേക്കാണെന്ന് അവൾക്ക് തോന്നി. ഈശോ മറിയം യോസേപ്പേ, എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. അവൾ ഹൃദയത്തിൽ ദൈവത്തെ കണ്ടുകൊണ്ട് പ്രാർത്ഥനാ നിരതയായി. പെട്ടെന്ന് ആരുടെയോ കൈകൾ തന്നെ ഏറ്റുവാങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. അത് ദൈവകരങ്ങളാണെന്ന ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ അവൾ അത്യധികമായ സന്തോഷത്തോടെ കണ്ണു തുറന്നു. മുരുകണ്ണൻ. അവളുടെ ചുണ്ടുകൾ പിറുപിറുത്തു. മധ്യവയസ്സ് കഴിഞ്ഞ അദ്ദേഹം അവളെ ഒരു മകളെ എന്നതുപോലെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. പാപ്പ, ഉനക്കെതും ആകലേ? ഒരു പൂവിനെ നിലത്ത് വെക്കുന്ന സൂക്ഷ്മതയോടെ അവളെ നിലത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു. ഇല്ലണ്ണ, മറുപടി പറഞ്ഞുകൊണ്ട് അവൾ ചുറ്റും നോക്കി. അപ്പോൾ കുറച്ചു മാറി തകർന്ന തരിപ്പണമായി കിടക്കുന്ന തൻ്റെ വാഹനം കണ്ട് മെർലിൻ വല്ലാത്ത ഭയത്തോടെ മുരുകന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ഈശോയെ, ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഞാനും. അവൾ മുകളിലേക്ക് നോക്കി കൈകൂപ്പി. മോളെ, എന്താ പറ്റിയേ? ആ വണ്ടി ആരുടേതാണെന്ന് അറിയാമോ? അയാൾ മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയതാ, അതുറപ്പാ. ഹോസ്പിറ്റലിൽ പോണോ? ചുറ്റും കൂടിയ ജനങ്ങളിൽ ആരൊക്കെയോ വേവലാതിയോടെ ചോദിച്ചു. വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആരോ അറിയാതെ ചെയ്തതാണെന്ന് തോന്നുന്നു. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ അണ്ണൻ്റെ കൂടെ വീട്ടിൽ പൊക്കോളാം, അവൾ ശാന്തമായി പറഞ്ഞു. ജന്മം നൽകിയ പിതാവാണ് തന്നെ കൊല്ലാൻ നോക്കിയതെന്ന് സമൂഹത്തോട് പറയാൻ അവൾക്ക് വല്ലാത്ത ലജ്ജ തോന്നി. മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആശുപത്രിയിൽ പോയിട്ട് പോകാം. ഓട്ടോ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മുരുകൻ പറഞ്ഞു. വേണ്ടണ്ണ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അണ്ണൻ എങ്ങനെയാ കൃത്യസമയത്ത് ഇവിടെ എത്തിയത്? അല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല. മെർലിൻ്റെ ശബ്ദത്തിൽ വിറയൽ കലർന്നിരുന്നു. മോളുടെ വണ്ടി ഈ വഴിക്ക് വരുന്നുണ്ട്, ഒന്ന് നോക്കിക്കൊള്ളണമെന്ന് വർഗീസ് സാർ വിളിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ടാ ഞാനിവിടെ കാത്തുനിന്നത്. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്നാ മോള് രക്ഷപ്പെട്ടത്. ആളുകൾ പറഞ്ഞത് ശരിയാണ്. അയാൾ മനഃപൂർവ്വം മോളുടെ വണ്ടിയിലേക്ക് ആ ഓമ്നി ഇടിച്ചു കയറ്റിയതാണ്. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാ. നിങ്ങൾക്ക് ചുറ്റും ആരൊക്കെയോ ഉണ്ട്, സൂക്ഷിക്കണം മോളെ. ആ യാത്ര മാളികയിൽ തറവാട്ടിൽ അവസാനിപ്പിച്ചുകൊണ്ട് മുരുകണ്ണൻ പറഞ്ഞു. അപ്പോഴേക്കും ആരോ വിളിച്ചു പറഞ്ഞതനുസരിച്ച് റോഷനും വർഗീസും അവിടേക്ക് പാഞ്ഞെത്തിയിരുന്നു. എന്തു പറ്റി മോളെ? എന്താ ഉണ്ടായത്? സൂസൻ വേവലാതിയോടെ അവളെ കെട്ടിപ്പിടിച്ചു. അവളെ ജീവനോടെ കണ്ടതിൻ്റെ ആശ്വാസത്തിൽ വർഗീസും റോഷനും കണ്ണ് നിറച്ചു നോക്കി നിന്നു. കവലപ്പെടാതമ്മ, ചിന്നതാ ഒരു ആക്സിഡന്റ്. കടവുൾ പുണ്യത്തിലെ പാപ്പാക്ക് എതു ആകില്ലേ? മുരുകണ്ണനാണ് സൂസന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. സൂസൻ ആവലാതിയോടെ അവളെ ചേർത്ത് പിടിച്ചു.
അപ്പോഴും സ്വന്തം പിതാവിന്റെ ക്രൂരമുഖത്തു നിന്നും അവളുടെ ചിന്തകൾ വെളിയിലേക്ക് വന്നിരുന്നില്ല. മെർലിൻ ഒരു പാറ പോലെ അനങ്ങാതെ നിന്നു. ഇവള് ചത്തില്ലേ? ജാസ്മിന്റെ ചോദ്യം കേട്ട് സൂസൻ ഞെട്ടലോടെ തിരിഞ്ഞു. ഒരു നിമിഷം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. പടക്കം പൊട്ടുന്നതുപോലെ ശബ്ദം മാത്രം കേട്ടു. ആ അമ്മയുടെ കൈകൾ മാറി മാറി ജാസ്മിന്റെ മുഖത്ത് പതിഞ്ഞു. നീ ഒരു സ്ത്രീയാണോ ജാസ്മിൻ? നിനക്ക് എന്തിനാ എൻ്റെ കൊച്ചിനോട് ഇത്ര ദേഷ്യം? നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഒരു പക്ഷേ ഈ വീടിന്റെ മരുമകളാകാൻ നിനക്ക് പറ്റിയേക്കാം. പക്ഷേ എൻ്റെ മകളാകാൻ ഇവൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. മേലാൽ എൻ്റെ കൊച്ചിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് നിന്റെ വായിൽ നിന്നും പുറത്തേക്ക് വന്നാൽ ആ നാവ് ഞാൻ പിഴുതെറിയും. സൂസന്റെ ശബ്ദത്തിൽ ജാസ്മിൻ വല്ലാതെ വിറച്ചുപോയി. അടി വീണ കവിളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ജാസ്മിൻ അകത്തേക്ക് നടന്നു. പാപ്പാ, ഞാൻ കലമ്പറേ. സായാവെ പാക്കണം. അമ്മ, മെർലിൻ പാപ്പാവെ ഭദ്രമായി പാത്തുക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. മുരുകണ്ണൻ തമിഴും മലയാളവും ചേർത്ത് പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു. സൂസൻ, നീ മോൾക്ക് വല്ലതും കുടിക്കാനെടുക്ക്. മോള് വന്നേ, ഡാഡി ചോദിക്കട്ടെ. മെർലിനെയും ചേർത്ത് പിടിച്ച് വർഗീസ് തൻ്റെ മുറിയിലേക്ക് നടന്നു. പിന്നാലെ നെഞ്ചിൽ തീയോടെ റോഷൻ അവരെ അനുഗമിച്ചു. മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മുറിയിൽ കയറി വാതിൽ കുറ്റിയിട്ട് ആ ചോദ്യവുമായി വർഗീസ് തിരിഞ്ഞു നോക്കുമ്പോൾ പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന മെർലിനെയും റോഷനെയുമാണ് കണ്ടത്. ആ കാഴ്ച കണ്ട് ഹൃദയം തകർന്ന ആ മനുഷ്യൻ ബാത്റൂമിലേക്ക് കയറി. പൈപ്പ് തുറന്നു വിട്ട് വാ പൊത്തിപ്പിടിച്ച് അയാൾ അലറിക്കരഞ്ഞു. എന്താടാ, എന്താ പറ്റിയേ? വഴിയിൽ നിന്റെ സ്കൂട്ടർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു. അവളെ കെട്ടിപ്പിടിച്ച് ചുംബനങ്ങൾ കൊണ്ട് മൂടി റോഷൻ പുലമ്പി. ഇല്ലടാ, നിന്നെ വിട്ട് എനിക്ക് എവിടെയും പോകാനാകില്ല. എൻ്റെ ജീവൻ ഞാൻ നിനക്ക് തന്നിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെയാ? എനിക്ക് ജീവിക്കണം നിന്റെ കൂടെ 1000 വർഷം. അവൻ്റെ ചുംബനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് മെർലിൻ അവനിലേക്ക് കൂടുതൽ ചേർന്നു. മക്കളെ, ആ ടവലൊന്ന് എടുത്തു തരാമോ? അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള മടി കൊണ്ട് ബാത്റൂമിൽ നിന്ന് തന്നെ വർഗീസ് ഉറക്കെ ചോദിച്ചു. ആ ശബ്ദം കേട്ടപ്പോൾ അവർ പെട്ടെന്ന് പിടഞ്ഞു മാറി. റോഷൻ വേഗം ഒരു ടവൽ എടുത്ത് അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം മുഖം തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഡാഡി, എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. ഇനിയും കാത്തിരുന്നാൽ ഒരുപക്ഷെ സച്ചുവേട്ടൻ്റെ അവസ്ഥ തന്നെയാകും ഞങ്ങളുടേതെന്ന് എനിക്കൊരു തോന്നൽ. ഇപ്പോൾ തന്നെ എൻ്റെ മെർലിന് സംഭവിച്ചത് കണ്ടില്ലേ? ഞങ്ങൾ പൊയ്ക്കോട്ടെ, ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും, എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വർഗീസ് ഞെട്ടലോടെ അവനെ നോക്കി. പറ്റില്ല റോഷൻ, ഇതൊരു ബാറ്റിലാണ്. നമ്മുടെ രണ്ടുപേരുടെ ജീവിതമോ ജീവനോ മാത്രമല്ല ഇവിടെയുള്ളത്. ജീവിക്കുന്നെങ്കിൽ എല്ലാവരും ഒരുമിച്ച്, അല്ലെങ്കിൽ മരിക്കുന്നെങ്കിൽ അങ്ങനെയും. അവൾ കത്തുന്ന കണ്ണുകളോടെ പറഞ്ഞു. അവൻ അവൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ മോളെ, സാരമില്ല. നിനക്കെന്താ സംഭവിച്ചത്? അപ്പോഴും വിറയ്ക്കുന്ന മെർലിനെ ചേർത്ത് പിടിച്ച് അദ്ദേഹം ചോദിച്ചു. ഡാഡിയുടെ സംശയം ശരിയാണ്, അത് അയാൾ തന്നെയാണ്. എൻ്റെ അപ്പൻ എന്ന് നിങ്ങൾ പറയുന്ന നമ്മുടെ കാലൻ. മുരുകണ്ണൻ വന്നില്ലായിരുന്നുവെങ്കിൽ. ഡാഡിക്ക് എങ്ങനെയാ മനസ്സിലായത് ഞാൻ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന്? മെർലിൻ ചോദിച്ചു. മോളെ, നമ്മൾ ഓരോരുത്തരും നടക്കുന്ന വഴികൾ അപകടം പിടിച്ചതാണ്. തോമസ് പുറത്തുള്ളിടത്തോളം കാലം നമ്മൾ ഇതുപോലെ സൂക്ഷിക്കണം. മോള് പുറത്തേക്ക് പോയപ്പോൾ എനിക്കെന്തോ ഒരു അപകട സൂചന തോന്നി. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മുരുകനെ വിളിച്ച് കാര്യം പറഞ്ഞത്. ഒപ്പം സായയ്ക്കൊരു മെസ്സേജ് വിടുകയും ചെയ്തു. നിന്റെ കൺമുമ്പിലേക്ക് വന്നില്ലെങ്കിലും ഒരപകടമുണ്ടായാൽ അവൾ തീർച്ചയായും അവിടെ ഉണ്ടാകും, അതുറപ്പാ. ഈ വീടിൻ്റെ മരുമകളാകേണ്ടവളായിരുന്നു. എന്ത് ചെയ്യാനാ, വിധി. അവൾ നെടുവേർപ്പെട്ടു. ഒന്നും വിധിയല്ല ഡാഡി, എല്ലാം എൻ്റെ സ്വാർത്ഥതയാ. എന്നെ ഹൃദയം നിറഞ്ഞ് സ്നേഹിച്ച ഇവളെപ്പോലും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ജാസ്മിൻ എന്ന പടുജന്മത്തെയാണല്ലോ ഞാൻ സ്നേഹിച്ചതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. റോഷൻ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഇനി നമുക്ക് പലതും പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ജാസ്മിൻ വല്ലാത്ത സംശയത്തിലായിരിക്കും. ആ സംശയം ആദ്യം മാറ്റണം. എല്ലാവരും നല്ല നടീനടന്മാരാകാൻ തയ്യാറെടുത്തോളൂ. റോഷ, നീ ബാൽക്കണിയിലേക്ക് നടന്നോ. ഞാൻ അവളെ ഒന്ന് കൺവിൻസ് ചെയ്യട്ടെ. അത് കഴിയുമ്പോൾ അവൾ ഇടിച്ചു കുത്തി അങ്ങോട്ട് വരും. പിന്നെയുള്ളത് നിന്റെ റോളാ. അതങ്ങ് ഭംഗിയാക്കിയേക്കണം. ഓക്കെ അല്ലേ? വർഗീസ് പെട്ടെന്ന് ചോദിച്ചു. ഡാഡി, എനിക്ക് അവളെ കാണുന്നത് പോലും അറപ്പാം. പിന്നെങ്ങനെയാ? റോഷൻ വല്ലാത്ത വിഷമത്തോടെ ചോദിച്ചു. എത്രയോ പേർ ഇഷ്ടമില്ലാത്ത നടികളുടെ കൂടെ അഭിനയിച്ച് തകർത്തിരിക്കുന്നു. ഒന്നല്ലേലും നീ അപ്പൻ്റെ മോനല്ലേ? കുറച്ചു കാലമായി ഈ അപ്പൻ അഭിനയിച്ച് തകർക്കുന്നത് നീ കണ്ടതല്ലേ? എൻ്റെ മോനും സാധിക്കും, നീ ചെല്ലടാ. വർഗീസ് മകൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് റോഷൻ ഒരു ചെറിയ പുഞ്ചിരി മെർലിന് സമ്മാനിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. പിന്നെ മോൾ ഇവിടെ തന്നെ ഉണ്ടാകണം. ഡാഡി ജാസ്മിനോട് ചില കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ മോന്തയൊക്കെ വലിച്ചു കയറ്റി സങ്കടഭാവത്തിൽ അങ്ങ് നിന്നേക്കണം.
എല്ലാം കൈവിട്ടു പോയതുപോലെ. ഇത് അവസാന കളിയാ, വിജയിക്കാൻ മാത്രമുള്ള കളി. മെർലിൻ്റെ തലയെ തലോടിക്കൊണ്ട് വർഗീസ് പറഞ്ഞു. നിങ്ങളിവിടെ എന്നെ എടുക്കുവാ? വർഗീസ്, കൊച്ചിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പെട്ടെന്ന് ആ ചോദ്യവുമായി സൂസൻ അകത്തേക്ക് വന്നു. ഓ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഹാളിൽ ജാസ്മിൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ വർഗീസ് വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. എൻ്റെ മോൾ എവിടെ? അവളെ വിളിച്ചേ, എനിക്കൊന്നും സംസാരിക്കണം. എന്നാലും നീ എന്തിനാ കുഞ്ഞിനെ അടിച്ചത്? നാളെ ഈ കുടുംബത്തിൻ്റെ വിളക്കാകേണ്ടവളാ അവൾ. നിനക്കെന്താ കാര്യങ്ങൾ മനസ്സിലാവാത്തത്? ഇനി മേലാൽ ഇതുപോലുള്ള പെരുമാറ്റം എൻ്റെ കൺമുമ്പിൽ ഉണ്ടാകരുത്. വർഗീസിൻ്റെ ശബ്ദമുയർന്നപ്പോൾ ഹോളിലിരുന്ന ജാസ്മിൻ്റെ മുഖം വിടരുന്നത് വർഗീസ് ഓട്ടക്കണ്ണിട്ട് നോക്കി. അത് ഞാൻ ആ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സഹിക്കാനായില്ല, അറിയാതെ ചെയ്തു പോയതാ, സൂസൻ വാടിയ മുഖത്തോടെ പറഞ്ഞു. മോളെ ജാസ്മിൻ, തിരക്കില്ലെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വരാമോ? ഡാഡിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, വർഗീസ് ഉറക്കെ വിളിച്ചു. ഡാഡി? സാരമില്ല കേട്ടോ, മോൾക്ക് സങ്കടമായി കാണുമല്ലേ? മെർലിനെ ചെറുപ്പം മുതലേ മകളായി കാണുന്നതുകൊണ്ട് സൂസൻ ആ സങ്കടത്തിൽ ചെയ്തു പോയതാ. മോൾ അതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. ജാസ്മിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വർഗീസ് അത് പറയുമ്പോൾ അവളുടെ ഉള്ളിൽ ചിരി വിടർന്നു. ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം, നിങ്ങൾ സംസാരിക്കുക. ആ കാഴ്ച കണ്ട് അധികം നേരം നിൽക്കാതിരിക്കാൻ എന്നതുപോലെ സൂസൻ അകത്തേക്ക് പോയി. മോളെ, ഒരു കാര്യം പറഞ്ഞാൽ മോൾ അനുസരിക്കാമോ? എന്താ ഡാഡി? ജാസ്മിൻ വിടർന്ന കണ്ണുകളോടെ വർഗീസിനെ നോക്കി. അത് നമുക്ക് എത്രയും പെട്ടെന്ന് നിന്റെയും റോഷൻ്റെയും വിവാഹം നടത്തണം, സാധിക്കുമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ. താൻ കേട്ട കാര്യം വിശ്വസിക്കാനാകാതെ ജാസ്മിൻ വർഗീസിനെയും മെർലിനെയും മാറി മാറി നോക്കി. ഇത്ര പെട്ടെന്ന്? പക്ഷേ റോഷൻ, അവൻ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമല്ലല്ലോ, പിന്നെങ്ങനെയാ? റോഷന് മോളെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കാൻ പറ്റില്ല. അവൻ ഹൃദയം നിറഞ്ഞ് സ്നേഹിച്ചത് നിന്നെ മാത്രമാ. ഇനിയും കാത്തിരിക്കാനാകില്ല മോളെ. മോൾക്കറിയാവുന്നതുപോലെ തോമസ് ഒരു കാലിനെ പോലെ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിവാഹം കഴിഞ്ഞ് നിങ്ങൾ ദുബായിലേക്ക് പോകണം. അവിടെയുള്ള നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ ഇനി നോക്കി നടത്തേണ്ടത് നിങ്ങളാണ്. ദുബായിൽ ബിസിനസ്? വർഗീസ് പറഞ്ഞതിൽ ജാസ്മിൻ കേട്ടത് അതുമാത്രമാണ്. അവൾ ആകാംക്ഷയോട് ചോദിച്ചു. മോൾക്കറിയില്ലായിരുന്നോ? ഞാൻ കരുതി സച്ചിൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന്. മോളെ, ഇവിടെയുള്ള നമ്മുടെ ആശുപത്രി അത് ചെറിയൊരു സംരംഭം മാത്രമാണ്. മേജർ പാർട്ട് ഓഫ് മാളേക്ക ഗ്രൂപ്പ്സിൻ്റെ ബിസിനസ്സുകളെല്ലാം നടക്കുന്നത് അങ്ങ് ദുബായിലാണ്. ഇടയ്ക്കിടെ ഞങ്ങളിൽ ആരെങ്കിലുമൊക്കെ പോയി നോക്കും. കൂടാതെ അവിടെ നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. അവിടെയാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ആരെയും പേടിക്കാതെ സുഖമായി കഴിയാമല്ലോ. നിങ്ങളിലൂടെ നിങ്ങളുടെ വാരിസിനെയൊക്കെ കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് സന്തോഷിക്കാൻ. വർഗീസ് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുമ്പോൾ അത് കേട്ട് മെർലിൻ കണ്ണും തള്ളി നിന്നു. ആരോ ഒരാൾ തുടരും. കൂട്ടുകാരെ, അടുത്ത ഭാഗവുമായി നാളെ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.